ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിസ്ഥാന ക്രിയകളിൽ ബോർഡ് മാസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് നമുക്ക് റൂള് അറിയാത്തവര് ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. 2+2 4 ഹരിക്കണം 2 2 ഇങ്ങനെ അങ്ങ് ചെയ്തു പോകും. ഉത്തരം മൊത്തത്തിൽ തെറ്റായിരിക്കും. ഇത് ചെയ്യാനുള്ള ഇങ്ങനെ കുറെ ചിഹ്നങ്ങൾ വരുമ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു റൂൾ ഉണ്ട്. അതാണ് ബോർഡ് മാസ്. ബോർഡ് മാസ്. ബി എന്താണ്? ബ്രാക്കറ്റ്. ഓ ഓഫ്, അതായത് 30% ഓഫ് 100, 100ന്റെ 30%. ഇങ്ങനെ വരുന്ന കേസിൽ ഓഫ് ആണ് രണ്ടാമത് ചെയ്യേണ്ടത്. 3 ഡിവിഷൻ ഹരണം, 4 മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, അടുത്തത് അഡീഷൻ കൂട്ടുന്നത് സങ്കലനം, ഏറ്റവും അവസാനത്തത് സബ്സ്ട്രാക്ഷൻ കുറയ്ക്കുന്നത്. ബോർഡ് മാസ് എന്താണ്? ബ്രാക്കറ്റ്, O ഓഫ്, D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്സ്ട്രാക്ഷൻ. ഇതിൽ ബ്രാക്കറ്റും ഇല്ല ഓഫും ഇല്ല. ഹരിക്കേണ്ടത്, ഗുണിക്കേണ്ടത്, കൂട്ടേണ്ടത്, കുറയ്ക്കേണ്ടത് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? ഡി ഡിവിഷൻ, ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ വരുന്നത് 2 ഹരിക്കണം 2 എത്രയാണ്? 1. 2/2 1 ഇവിടെ 1 കിട്ടി. ഈ 2 അങ്ങനെ തന്നെ എഴുതാം. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതുക. -2. അടുത്തത് ഇനി ഹരിക്കേണ്ട ചിഹ്നം ഇല്ല. ഇനിയുള്ളത് ഏതാണ്? അടുത്തത് ഹരിക്കേണ്ട കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഗുണനമാണ്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എഴുതാം. 1 + 2 × 2 എത്രയാണ്? 4 -2. ഇനിയുള്ളത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ചിഹ്നങ്ങളാണ്. 2ൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? കൂട്ടുന്നതാണ്. അപ്പൊ 2 + 1 3, 3 + 4 7, 7 -2 എത്രയാണ്? 5. ഇതാണ് ഉത്തരം. ഒന്നുകൂടി പറയാം. 2 + 2 ഹരിക്കണം 2 + 2 ഗുണിക്കണം 2 -2. ഇതായിരുന്നു ചോദ്യം. ഇത് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഹരിക്കണം. ബോർഡ് മാസ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹരിച്ചു. 2/2 1 കിട്ടി. ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതി. ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെപ്പ് ഒഴിവാക്കി നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. പിന്നെ വന്നത് ഗുണനമാണ്, ഗുണിച്ചു. പിന്നെ കൂട്ടുന്നതാണ്, കൂട്ടി. പിന്നെ കുറച്ചു. അടുത്ത ക്വസ്റ്റ്യൻ 20 × 40 ഹരിക്കണം ബ്രാക്കറ്റിനുള്ളിൽ 10 - 6 + 50. ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലായി ബോർഡ് മാസ് ആണ്. ഏതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യത്തേത് ബ്രാക്കറ്റ്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എഴുതാം. ബ്രാക്കറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. 20 × 40 ഹരിക്കണം 10 - 6 4 + 50. ഇനി വരുന്നത് ഹരിക്കേണ്ടതും ഗുണിക്കേണ്ടതും കൂട്ടേണ്ടതുമാണ്. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഓ ഓഫില്ല. ഡി ഡിവിഷൻ. ഏതാണ്? ഹരിക്കേണ്ടതാണ്. 20 × 40 ഹരിക്കണം 4 എത്രയാണ്? 10 + 50. ഗുണിക്കേണ്ടതുണ്ട് കൂട്ടേണ്ടതുണ്ട്. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഗുണിക്കേണ്ടതാണ്. 20 × 10 200 + 50 ഉത്തരം 250. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 4 × 4 ഹരിക്കണം വലിയ ബ്രാക്കറ്റിനുള്ളിൽ ഒരു ചെറിയ ബ്രാക്കറ്റ് ഉണ്ട്. 4 + 4 -4 വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു +4. ഇതാണ് ചോദ്യം. ഇത് ബോർഡ് മാസ് തന്നെയാണ്, അറിയാം നമുക്ക്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചെറിയ ബ്രാക്കറ്റാണ്, ബ്രാക്കറ്റിനുള്ളിലെ ചെറിയ ബ്രാക്കറ്റാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. 4 × 4 ഹരിക്കണം വലിയ ബ്രാക്കറ്റിനുള്ളിൽ ചെറിയ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം ചെയ്യാണ്. 4 + 4 8, 8 -4 ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എഴുതി. 4. അടുത്ത സ്റ്റെപ്പ് 4 × 4 ഹരിക്കണം ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. 8ന്ന് 4 കുറച്ച് എത്രയാണ്? 4 + 4. ബ്രാക്കറ്റ് പോയി. ഇനിയുള്ള ചിഹ്നങ്ങൾ ഗുണിക്കേണ്ടതും ഹരിക്കേണ്ടതും കൂട്ടേണ്ടതുമാണ്. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഹരിക്കേണ്ടത്. 4 ഹരിക്കണം 4 എത്രയാണ്? 1. 4 × 1 + 4. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗുണിക്കുന്നതാണ്. 4 × 4 4 × 1 4 + 4 ഉത്തരം 8. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 10
ബ്രാക്കറ്റിനുള്ളിൽ 4 ഓഫ് 3/2 പ്ലസ് 2. ആദ്യം നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലെയാണ് ചെയ്യേണ്ടത്. 10 അങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റിനുള്ളിൽ 4 ഓഫ് 3/2. 4 ഓഫ് 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു ഗുണിക്കണം 3/2. 4 ഗുണിക്കണം 3/2 പ്ലസ് 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 10 അങ്ങനെ തന്നെ എഴുതി. ഗുണിക്കേണ്ടതും കൂട്ടേണ്ടതും ഉണ്ട്. നമ്മൾ ആദ്യം ഗുണിക്കേണ്ടതാണ് ചെയ്യേണ്ടത്. 2 ഇൻറ്റു 3 6 പ്ലസ് 2 അങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 10 ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ആദ്യം ചെയ്യുന്നത്. 6 പ്ലസ് 2 8. 10 ഇൻറ്റു 8 ആണ് ഉത്തരം 80. ഓക്കെ. 20 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ 10 പ്ലസ് 2/3 ഓഫ് 9 ഹരിക്കണം 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു പ്ലസ് 2. ആദ്യം നമ്മൾ ബ്രാക്കറ്റ് തന്നെയാണ് ചെയ്യുന്നത്. 20 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ 10 പ്ലസ് 2/3 ഇൻറ്റു 9 3 വരും. എത്ര വരും? 3 2 6 ഹരിക്കണം 2 പ്ലസ് 2. ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യുന്നു. ബ്രാക്കറ്റിനുള്ളിൽ കൂട്ടേണ്ടതും ഹരിക്കേണ്ടതും ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഹരിക്കേണ്ടതാണ്. അപ്പോൾ 6/2 3 വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു പ്ലസ് 2. 20 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ 13 പ്ലസ് 2. 10 പ്ലസ് 3 13. ഇനി എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 20 പ്ലസ് 13 പ്ലസ് 2 എത്ര വരും? 20 33 35. ഓക്കെ. 4 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ 17 കുറയ്ക്കണം 10 പ്ലസ് 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം. 4 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ കുറയ്ക്കേണ്ടതുണ്ട് കൂട്ടേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂട്ടേണ്ടതാണ്. മൈനസ് 10 പ്ലസ് 2 എത്രയാണ്? 12. 4 ഇൻറ്റു ബ്രാക്കറ്റാണ് ക്ലോസ് ചെയ്യേണ്ടത് ആദ്യം. 17 കുറക്കണം 12 എത്രയാണ്? 5. 4 ഇൻറ്റു 5 ഉത്തരം 20 ആയി. 4 20. അടുത്ത ക്വസ്റ്റ്യൻ. 1 മൈനസ് 3 പ്ലസ് 4 മൈനസ് 2 പ്ലസ് 7 മൈനസ് 5 പ്ലസ് 3 മൈനസ് 2. പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. കൂട്ടേണ്ടതെല്ലാം ആദ്യം കൂട്ടുക. 1 4 7 3 എത്ര വരും? 10 15. കുറയ്ക്കണം. ഇനി കുറയ്ക്കേണ്ടതെല്ലാം കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ മതി. 5 5 10 12. 15 മൈനസ് 12 3. ഇത്രയേ ഉള്ളൂ. കൂട്ടേണ്ടതെല്ലാം ആദ്യം കൂട്ടി അതിൽ നിന്ന് കുറയ്ക്കേണ്ടതെല്ലാം കൂട്ടിയിട്ട് കുറയ്ക്കുക. ഈ കഴിഞ്ഞ LGS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. -1 പ്ലസ് 5 -2 പ്ലസ് 4 -3 പ്ലസ് 3 -4 പ്ലസ് 2. എങ്ങനെയാണ് ചെയ്യുന്നത്? മുകളിൽ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. കൂട്ടേണ്ടതെല്ലാം ആദ്യം കൂട്ടാം. എത്ര വരും? 14 മൈനസ് ഇനി കുറയ്ക്കേണ്ടതെല്ലാം കൂടി കൂട്ടുക. 3 3 6 4 10. 14 മൈനസ് 10 4. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ സമം അധികം, ബി സമം ന്യൂനം, സി സമം ഗുണനം, ഡി സമം ഹരണം ആയാൽ 18C 14A 6B 16D 4ന്റെ വിലയെന്ത്? ഇത് കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 6/3/2021 നടന്ന 10th ലെവൽ പ്രിലിമിനറിക്ക് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? എ സമം അധികം, ബി സമം ന്യൂനം, സി സമം ഗുണനം, ഡി സമം ഹരണം ആയാൽ 18C 14A 6B 16D 4ന്റെ വിലയെന്ത്? നോക്കാം നമുക്ക്. 18C ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതണം. 18C. സി എന്താണ്? സി ഗുണനമാണ്. 18 ഗുണിക്കണം 14. അടുത്ത എ ആണ്. എ എന്താണ്? അധികം. അധികം എന്ന് പറഞ്ഞാൽ പ്ലസ് 6. ബി എന്താണ്? ബി എന്ന് പറയുന്നത് ന്യൂനം, കുറയ്ക്കണം. 6 കുറയ്ക്കണം 16. ഡി എന്താണ്? ഹരണം. 16 ഹരിക്കണം 4. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ വില എന്തെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ആദ്യം എന്ത് ചെയ്യണം? ബോഡ്മാസ് റൂളാണ്.
ഇവിടെ ഗുണിക്കേണ്ടത്, കൂട്ടേണ്ടത്, കുറയ്ക്കേണ്ടത്, ഹരിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഹരണമാണ് ചെയ്യേണ്ടത്. 18 14 പ്ലസ് 6 കുറയ്ക്കണം 16 ഹരിക്കണം 4 എത്രയാണ്? 4 4 16. അടുത്ത ആദ്യം ഇത് ചെയ്യണം, ഗുണനമാണ്. 18 ഇൻറ്റു 14 252 വരും. പ്ലസ് 6 മൈനസ് 4 എത്രയാണ്? 2 ഈക്വൽ ടു 254. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 254. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടേണ്ട ചിഹ്നം ഗുണനത്തെയും കുറയ്ക്കേണ്ട ചിഹ്നം ഹരണത്തെയും ഗുണിക്കേണ്ട ചിഹ്നം സങ്കലനത്തെയും ഹരിക്കേണ്ട ചിഹ്നം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ 35 ഇൻറ്റു 20 പ്ലസ് 25 ഹരിക്കണം 15 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു -5ന്റെ വില എന്ത്? ഇതും 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പ്രിലിമിനറി ഉണ്ടായിരുന്നത്. ഇത് 25/2 നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതണം, അത്രയേ ഉള്ളൂ. നോക്കാം. 35 ഇൻറ്റു 20 35 ഗുണിക്കേണ്ട ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സങ്കലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കൂട്ടണം 20 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. കൂട്ടേണ്ട ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗുണനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗുണിക്കണം ബ്രാക്കറ്റിനുള്ളിൽ 25 ഹരിക്കേണ്ട ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വ്യവകലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറയ്ക്കണം ബ്രാക്കറ്റ് ക്ലോസ്. കുറയ്ക്കേണ്ട ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഹരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഹരിക്കണം 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ബോർഡ് മാസ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളതാണ് ചെയ്യുന്നത്. 35 പ്ലസ് 20 55 ഗുണിക്കണം 25 കുറയ്ക്കണം 15 എത്രയാണ്? 10 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഹരിക്കണം 5. ഓക്കെ, ബ്രാക്കറ്റിനുള്ളിലെ ചെയ്യുന്നു. ആദ്യം 550 ഹരിക്കണം 5. 550 ഹരിക്കണം 5 എത്രയാണ്? 0 110. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 110. ഓക്കെ, ബോർഡ് മാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക.